ഒരിക്കൽ നാരദമുനി വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ നാരായണനോട് ചോദിച്ചു, ആരാണ് അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ, ഞാനല്ലേ എന്ന്. ഭഗവാൻ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, അല്ല. അങ്ങയുടെ നാമം ദിവസം മുഴുവൻ ഉരുവിട്ടു നടക്കുന്ന ഞാനല്ലാതെ പിന്നെ ആരാണ് അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ എന്നായി നാരദമുനിയുടെ ചോദ്യം. ഭഗവാൻ അദ്ദേഹത്തെ കൂട്ടി ഒരു ഗ്രാമത്തിലെത്തി അവിടെ ഒരു കർഷകനെ കാണിച്ചു പറഞ്ഞു, ഇദ്ദേഹമാണ് എന്റെ ഏറ്റവും വലിയ ഭക്തൻ. നാരദമുനിക്ക് കൗതുകം തോന്നി. അദ്ദേഹം ആ കർഷകനെ ഒരു ദിവസം മുഴുവൻ നിരീക്ഷിക്കാനായി തീരുമാനിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് വൈകുണ്ഠത്തിലെത്തി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ നാമം അദ്ദേഹം കേവലം 3 തവണ മാത്രമാണ് ഒരു ദിവസത്തിൽ ചൊല്ലുന്നത്. ഒന്ന് ഉറക്കത്തിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, രണ്ടാമത് ഭക്ഷണത്തിനു മുമ്പായി, മൂന്നാമത് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ്. ഞാനാകട്ടെ ദിവസം മുഴുവൻ അങ്ങയുടെ നാമം മാത്രം ചൊല്ലി നടക്കുന്നു. പിന്നെങ്ങനെയാണ് ആ കർഷകൻ അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തനായത്? ഇതുകേട്ട് മന്ദഹസിച്ചുകൊണ്ട് ഭഗവാൻ മറുപടി പറഞ്ഞു, നാരദരെ, അങ്ങ് എനിക്ക് വേണ്ടി ഒരു കുടം മുഴുവൻ ജലം കൊണ്ടുവന്നാലും അതിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ വേണം എന്റെ അടുക്കൽ എത്തിക്കാനായി. നാരദമുനി അടുത്തു കണ്ട ജലാശയത്തിൽ ചെന്ന് ഒരു കുടം മുഴുവൻ ജലം ശേഖരിച്ച് നാരായണ നാരായണ എന്ന് ചൊല്ലി യാത്ര ആരംഭിച്ചു ഭഗവാന്റെ അടുത്തേക്ക്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആ കുടത്തിൽ നിന്നും വെള്ളം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം തിരിച്ചു വൈകുണ്ഠത്തിലെത്തി ജലം ഭഗവാന് കൊടുത്തു. ഭഗവാൻ അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, നാരദരെ, അങ്ങ് ഇന്ന് എത്ര തവണ എന്റെ നാമം ചൊല്ലി? ഭഗവാന്റെ ചോദ്യം കേട്ട് നാരദമുനി ഞെട്ടിപ്പോയി. അദ്ദേഹം മറുപടി പറഞ്ഞു, ഭഗവാനെ, ഇന്ന് ഞാൻ ആകെ ഒരു തവണ മാത്രമാണ് അങ്ങയുടെ നാമം ചൊല്ലിയത്. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഭഗവാനെ, അങ്ങേക്ക് അങ്ങയുടെ എല്ലാ ഭക്തരും ഒരുപോലെ തന്നെയാണെന്ന് പറയാതെ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. ഏതൊരു പ്രതിസന്ധിയിലും അങ്ങയുടെ നാമം ചൊല്ലി അങ്ങയെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ആ കർഷകൻ തന്നെയാണ് അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ.